ആദ്യം തന്നെ നമുക്ക് സദ്യയിലേക്കുള്ള ഇഞ്ചിപ്പുളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത് ചേർത്ത് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്തെടുത്ത ഇഞ്ചി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് പിഴിപുളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ളത് എടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇഞ്ചി വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ കടുകും മുളകും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് ചൂടാക്കി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കാം. വെള്ളം വേണമെങ്കിൽ ഈ സമയത്തേക്ക് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ടേസ്റ്റെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ 4 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെ എരിവും പുളിയുടെ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശർക്കര ചേർക്കുന്നത് നല്ലതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ സദ്യയിലേക്കുള്ള ഇഞ്ചിപ്പുളിയുടെ റെഡി ആയിട്ടുണ്ട്.